ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിൽ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികളും സുരക്ഷാ ക്രമീകരണങ്ങളും സമയബന്ധമായി ഉറപ്പാക്കണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തൃശൂർ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല മേൽനോട്ട സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കി 2 ആഴ്ചയ്ക്കകം സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഗതാഗത തടസ്സം തുടരുമ്പോഴും തൃശൂർ പാലിയക്കരയിൽ ടോൾ പിരിവ് തുടരുന്നതിനെതിരെയുള്ള ഹർജികളാണ് പരിഗണനയിൽ ഉള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് ടോൾ പിരിവ് നിർത്തിവെച്ചതിനു ശേഷം ഒക്ടോബർ 17-നാണ് പിരിവ് പുനരാരംഭിക്കുവാൻ കോടതി അനുവാദം നൽകിയത്. കളക്ടർ അധ്യക്ഷനായ ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം റോഡ് ഗതാഗതം സുഗമമല്ല എന്നാണ് കളക്ടർ അറിയിച്ചത്. സർവീസ് റോഡുകളുടെ എൻട്രി, എക്സിറ്റ് പോയിന്റുകളിൽ റോഡ് തകർന്നിട്ടുണ്ട്. മഴ പെയ്ത സമയത്ത് വെള്ളക്കെട്ടുണ്ടായി. പലയിടത്തും ഗതാഗതക്കുരുക്ക് തുടരുന്നുവെന്നും കളക്ടർ അറിയിച്ചു. തുടർന്ന് ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കുവാനും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുവാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. തൃശൂരിലെ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്താണ് ഗതാഗതക്കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ടോൾ പിരിവ് അങ്കമാലി ഇടപ്പള്ളി മേഖലയിൽ മാത്രമായി ചുരുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ടോൾ പിരിവ് പുനരാരംഭിച്ചെങ്കിലും ഗതാഗതക്കുരുക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു. മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും മണിക്കൂറുകളാണ് ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണത്തിനായി കൊരട്ടി ജംഗ്ഷൻ കൂടി അടയ്ക്കുന്നതോടെ ഈ തിരക്ക് രൂക്ഷമാകും. ശബരിമല മണ്ഡലകാലം കൂടി ആരംഭിക്കുന്നതോടെ ട്രാഫിക് വൻതോതിൽ വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെ ടോൾ പിരിക്കുന്നത് അനധികൃതവും ഏകപക്ഷീയവുമാണ്. ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് ഇടപ്പള്ളി മുതൽ അങ്കമാലി വരെയാക്കി ചുരുക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. വിഷയം ഡിസംബർ 3-ന് വീണ്ടും പരിഗണിക്കും.